അടുത്ത ആഴ്ച ശ്രീലക്ഷ്മിയുടെ റിസൾട്ട് വരുന്നതായത് കാരണം അവൾക്ക് ഭയങ്കര ടെൻഷൻ. ഇടയ്ക്കിടയ്ക്ക് അവള് ചോദിക്കും, ചേച്ചി എനിക്ക് മാർക്ക് ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ഉള്ള ചോദ്യം കേട്ടാ തോന്നുന്നു ഞാനാണ് അവളെ പരീക്ഷ പോയി എഴുതിയതെന്ന്. കഴിഞ്ഞ ഈ സമയത്ത് എനിക്കായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നത്, പക്ഷെ ഇവളെ അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിൽ കിട്ടേണ്ട മാർക്കല്ലേ കിട്ടുള്ളൂ. ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചാലും മാർക്ക് ഉണ്ടായിരുന്നു. 4A+ഉം 2A ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇങ്ങനെ എന്റെ കാര്യമൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ കൊടുത്തപ്പോൾ അവളൊന്നും ഓക്കെ ആയി. അങ്ങനെ ഞങ്ങളൊന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയ സമയത്ത് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന്. അപ്പൊ പിന്നെ അവൾ ഒരു ഡൗട്ടും ഇല്ലാതെ മറ്റേ സിനിമയത്തെ പോലെ ഹംസൻ MBBS LLB പറയുന്ന പോലെ ശ്രീലക്ഷ്മി MBBS LLB ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ LLBയുടെ എൻട്രൻസിനുള്ള ബുക്കും തപ്പി ഒറ്റപ്പാലത്തേക്ക് വന്നപ്പോ നേരെ റോയൽക്ക് പോയി. ഫസ്റ്റ് കുമാരിക്കാണ് പോയത്. അവിടെ ബുക്ക് വന്നിട്ടില്ല പറഞ്ഞപ്പോ പിന്നെ റോയൽക്ക് പോയി. റോയൽക്ക് പോയപ്പോ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്തു. അവിടെ സ്കൂൾ ഓപ്പണിംഗിന്റെ കുറെ സാധനങ്ങൾ കണ്ടു. പക്ഷെ എന്ത് ചെയ്യാനാ, കഴിഞ്ഞല്ലോ എന്റെ +2 കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്ത് സ്കൂൾ ഓപ്പണിംഗ്. ഇനിയിപ്പോ എനിക്ക് ആകപ്പാടുള്ളത് നീറ്റ് എഴുതി കിട്ടി കഴിഞ്ഞാൽ കോളേജ് ഓപ്പണിംഗ് മാത്രമാണ്. അതാണെങ്കിലും റീനീറ്റ് ആയിട്ടും പോയി. ഇനിയിപ്പോ റീനീറ്റ് എന്താകും നോക്കാം. റോയൽ പോയതിനു ശേഷം ഞങ്ങൾ സ്റ്റുഡിയോയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നേ. നേരത്തെ നിങ്ങൾ കണ്ടത് എന്റെ ശ്രീലക്ഷ്മിയുടെ എസ്തെറ്റിക് പോസ് ആണ് കേട്ടോ. സ്റ്റുഡിയോയിൽ പോയത് തന്നെ എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ചെരുപ്പ് വാങ്ങിച്ചതിന് ശേഷം നിളയിൽ പോയി ഒരു ഷേക്കും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന സാധനങ്ങൾ വെച്ചതിന് ശേഷം അവൾക്ക് നീറ്റിന്റെ സിറ്റി ചേഞ്ച് ചെയ്യണം പറഞ്ഞിട്ട് അക്ഷയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവൾ അവളുടെ വീട്ടിലേക്ക് പോയി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി.